കേരളം തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നു കഴിഞ്ഞു. ഈ വർഷം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കും. അത് കഴിഞ്ഞാൽ ഉടൻ അടുത്ത വർഷം തുടക്കത്തിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കും. രാഷ്ട്രീയ പാർട്ടികൾ തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കാരണം വളരെ നിർണായകമായ ഒരു തിരഞ്ഞെടുപ്പാണ് ഇനി വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്. തുടർച്ചയായി 2 തവണ LDF അധികാരത്തിലിരുന്ന ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ തുടർച്ചയായി 2 തവണ UDF പ്രതിപക്ഷത്തിരുന്ന ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പ്. 2 മുന്നണികളെ സംബന്ധിച്ചും പ്രത്യേകം എടുത്തു പറഞ്ഞാൽ LDFിലെ CPMനെയും UDFിലെ കോൺഗ്രസിനെയും സംബന്ധിച്ച് വളരെ നിർണായകം തന്നെയാണ് വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ്. ഈ 2 പേരിൽ ആർക്കാണ് ഈ തിരഞ്ഞെടുപ്പ് കൂടുതൽ നിർണായകമാകുന്നത് എന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസിനാണ്. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ തുടർച്ചയായി 2 തവണ പ്രതിപക്ഷത്തിരിക്കുകയാണ് കോൺഗ്രസും അവരുടെ സഖ്യകക്ഷികളും. ഇത് സഖ്യകക്ഷികളുടെ കാര്യമെടുത്താൽ കോൺഗ്രസിനൊപ്പം ചേർന്ന് നിൽക്കാൻ ആദ്യാവസാനം മുസ്ലിം ലീഗ് മാത്രമേ കാണുകയുള്ളൂ എന്നുള്ളത് വ്യക്തമാണ്. മറ്റെല്ലാവരും ഇനിയൊരു തവണ കൂടി കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്ന സൂചനകൾ നേരത്തെ ലഭിച്ചാൽ ഉറപ്പായും കളം മാറി ചവിട്ടുന്നവരാണ്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് അതിനിർണായകമാണ് ഈ തിരഞ്ഞെടുപ്പ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത്തരത്തിൽ തിരഞ്ഞെടുപ്പ് തലയേക്കേറി നിൽക്കുന്ന ഈ സാഹചര്യത്തിലായിരുന്നു കോൺഗ്രസിലെ മുതിർന്ന നേതാവും വിശ്വപൗരൻ എന്ന അപരനാമധേയത്തിൽ അറിയപ്പെടുന്ന വ്യക്തിയുമായ ശശി തരൂർ വല്ലാത്തൊരു കളി കളിച്ചത്. അതായത് കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുക എന്ന ഉദ്ദേശത്തോടെയുള്ള കളിയായിരുന്നു അത്. കേരളത്തെ സംബന്ധിച്ച് കുറച്ചുകാലം മുൻപ് വരെ ഒരു വ്യക്തി കോൺഗ്രസ് വിട്ടാൽ CPM വിട്ടാൽ കോൺഗ്രസ് എന്ന സാഹചര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. ദേശീയതലത്തിൽ BJP ശക്തമായ സാന്നിധ്യമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ കോൺഗ്രസ് വിട്ടാൽ BJP, അതുപോലെ CPM വിട്ടാൽ BJP എന്നിങ്ങനെയുള്ള ഓപ്ഷനുകളും ഇപ്പോൾ നേതാക്കന്മാർക്ക് എടുക്കാൻ കഴിയും. ഇവിടെ ശശി തരൂർ കോൺഗ്രസിൽ ഇപ്പോൾ നിൽക്കുന്നത് സാങ്കേതികം മാത്രമാണെന്നാണ് കോൺഗ്രസ് നേതാക്കൾ പോലും കരുതുന്നത്. അദ്ദേഹം കോൺഗ്രസ് വിടുമെന്ന സാധാരണ കോൺഗ്രസ് പ്രവർത്തകർ പോലും ഉറപ്പാക്കി കഴിഞ്ഞു. എന്നാൽ കോൺഗ്രസ് വിട്ടാൽ ശശി തരൂർ എവിടേക്കാണ് പോകുന്നതെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുകയാണ്. നേരത്തെ കോൺഗ്രസിന് വേണ്ടെങ്കിൽ തനിക്ക് വേറെ വഴിയുണ്ടെന്ന തരത്തിൽ ശശി തരൂർ തൻ്റെ നിലപാട് വീണ്ടും കടുപ്പിച്ചിരുന്നു. അതിനു പിന്നാലെ AICC ഡൽഹിയിൽ യോഗം വിളിക്കുകയും തരൂരുമായി ഒരു മഞ്ഞുരുകൽ ചർച്ച നടത്തുകയും ചെയ്തു. മുൻപ് പാർട്ടി മാറുന്നതിനെ താൻ അനുകൂലിക്കുന്നില്ല എന്ന് പറഞ്ഞ തരൂർ മറ്റു വഴികളായി ചൂണ്ടിക്കാട്ടിയിരുന്നത് എഴുത്തും പ്രസംഗവുമൊക്കെയായിരുന്നു. കോൺഗ്രസും തരൂരുമായി മഞ്ഞുരുകൽ ചർച്ച നടത്തി ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും മോദി അനുകൂല പരാമർശവുമായി തരൂർ രംഗത്തെത്തിയിരുന്നു. റഷ്യയ്ക്കും യുക്രൈനും ഒരുപോലെ സ്വീകാര്യനായ നേതാവാണ് മോദി എന്നാണ് തരൂരിൻ്റെ പുതിയ പ്രശംസ. റഷ്യ-യുക്രൈൻ യുദ്ധ വിഷയത്തിൽ നേരത്തെ ഇന്ത്യൻ നിലപാടിനെ എതിർത്തതിൽ ലജ്ജ തോന്നുന്നുവെന്നും തരൂർ തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും യാതൊരുവിധ പ്രതികരണങ്ങളും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. കാരണം തരൂർ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞു എന്ന് തന്നെ കോൺഗ്രസിന് ബോധ്യം ആയതുകൊണ്ടാണ് തരൂരിൻ്റെ പുതിയ പ്രസ്താവനയെക്കുറിച്ച് കോൺഗ്രസ് നേതാക്കൾ ആരും പ്രതികരിക്കാത്തത്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഒന്ന്, തിരുവനന്തപുരത്ത് ബൈ ഇലക്ഷൻ. 2, പാർലമെൻറ്റിലേക്ക് 2 മലയാളികൾ കൂടി എത്താൻ പോകുന്നു എന്ന സൂചനകൾ. ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന മറ്റൊരു പ്രധാന കാര്യം കൂടിയുണ്ട്. CPI സ്ഥിരമായി മത്സരിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം CPM ഏറ്റെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ് അക്കാര്യം. സത്യം പറയാമല്ലോ, തിരുവനന്തപുരം MP സ്ഥാനം താൻ എപ്പോൾ വേണമെങ്കിലും രാജിവച്ചേക്കുമെന്ന സൂചന കൂടിയാണ് തരൂർ അന്ന് നൽകിയത്. അതിനിടയിലാണ് തരൂരും കോൺഗ്രസുമായുള്ള ചർച്ച നടന്നതും ശശി തരൂർ കുറച്ചു സമയത്തേക്ക് ശാന്തനായത്. എന്നാൽ ആ ചെറിയ ഇടവേളയ്ക്ക് ശേഷം തരൂർ വീണ്ടും മോദിയെ വാനോളം പ്രശംസിച്ച് രംഗത്തെത്തുകയായിരുന്നു. അപ്പോൾ പിന്നെ സ്വാഭാവികമായി നമുക്ക് ഉറപ്പിക്കാം ശശി തരൂരിന് കോൺഗ്രസിൽ ഇനി യാതൊരുവിധ സാധ്യതകളുമില്ലെന്നുള്ള കാര്യം. ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ അവിടെ ഒരു പാനലിൽ മത്സരിച്ച വ്യക്തിയാണ് ശശി തരൂർ. എന്നാൽ വലിയ വോട്ട് വ്യത്യാസത്തിന് അദ്ദേഹം തോൽക്കുകയും ചെയ്തു. ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശശി തരൂരിന് കോൺഗ്രസ് പാർട്ടിയെ നയിക്കാനുള്ള ആഗ്രഹമുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. അത് ദേശീയ തലത്തിലായാലും സംസ്ഥാന തലത്തിലായാലും. സ്വാഭാവികമായും ദേശീയ തലത്തിൽ ഒരു തിരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയപ്പോൾ തരൂർ അവിടെ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്തു. കേരളത്തിൽ തിരഞ്ഞെടുപ്പില്ല, പകരം നാമനിർദ്ദേശം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അവിടേക്കും തരൂരിന് നേതൃത്വത്തിലേക്ക് വരാൻ കഴിയില്ല എന്ന് ഉറപ്പാണ്. ഈ വിവാദങ്ങളുടെ തുടക്കത്തിൽ ശശി തരൂർ LDFന്, അതായത് CPMന് അനുകൂലമായ നിലപാടുകളായിരുന്നു എടുത്തിരുന്നത്. പക്ഷേ ഒരിക്കലും തരൂർ പാർട്ടിയിൽ ചേരുമെന്ന് CPM വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. പാർട്ടി വിട്ടാലും CPMലോ BJPയിലോ ചേരാതെ കേരള വികസനത്തിനായി നിലകൊള്ളുന്ന പൊതുപ്രവർത്തകൻ എന്ന പ്രതിച്ഛായ സൃഷ്ടിക്കാനാണ് തരൂരിൻ്റെ ശ്രമം എന്നാണ് യഥാർത്ഥത്തിൽ CPM കരുതുന്നത്. എന്നാൽ ഇപ്പോഴേ ഉറപ്പിച്ചു പറയാം, അതങ്ങനെയല്ല. കേരളത്തിൽ മാത്രം വേരുറച്ചു നിൽക്കുന്ന CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് ശശി തരൂരിന് യാതൊരുവിധ സ്നേഹമോ
അനുകമ്പയോ ഇല്ല എന്നുള്ളതാണ് സത്യം. ഐക്യരാഷ്ട്ര സംഘടനയിലും മറ്റും പ്രവർത്തിച്ച് ഒത്തിരി വിദേശ ബന്ധങ്ങളും മറ്റുമുള്ള ശശി തരൂർ ഈ കേരളത്തിൽ മാത്രം അങ്ങനെ ചുറ്റിപ്പറ്റി കളിക്കാനുള്ള അത്ര ചെറിയ മനസ്സുള്ളയാളല്ല. കോൺഗ്രസ് ഒരുപക്ഷെ അദ്ദേഹത്തെ പുറത്താക്കിയാൽ, അല്ലെങ്കിൽ അദ്ദേഹം കോൺഗ്രസ് ബന്ധം ഉപേക്ഷിച്ചാൽ, ഉറപ്പായും അദ്ദേഹം തിരഞ്ഞെടുക്കുന്ന വഴി BJP-യിലേക്കുള്ളതായിരിക്കും എന്ന കാര്യം ഉറപ്പാണ്. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ശശി തരൂരിൻ്റെ ഈ നിലപാടുകളുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന ചില പ്രധാന വിവരങ്ങളുണ്ട്. അതായത്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുൻപ് ശശി തരൂർ കോൺഗ്രസ് വിടുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. കോൺഗ്രസ് വിടുക മാത്രമല്ല, അദ്ദേഹം BJP-യിൽ അംഗത്വം എടുക്കുകയും ചെയ്യും. സ്വാഭാവികമായും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ MP സ്ഥാനം ശശി തരൂർ രാജിവെക്കും. എന്നാൽ തിരുവനന്തപുരത്ത് നടക്കുന്ന ബൈ ഇലക്ഷനിൽ ശശി തരൂർ മത്സരിക്കില്ല. ശശി തരൂർ തിരുവനന്തപുരം ലോക്സഭാ MP സ്ഥാനം രാജിവെച്ച് BJP-യിൽ ചേർന്നാൽ അദ്ദേഹം അടുത്തു തന്നെ കേന്ദ്രമന്ത്രിയായി സ്ഥാനം എടുക്കുമെന്നാണ് സൂചനകൾ. അദ്ദേഹത്തിന് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട മന്ത്രിസ്ഥാനം BJP വാഗ്ദാനം ചെയ്തതായും അറിയാൻ കഴിയുന്നുണ്ട്. ബീഹാറിൽ നിന്നോ മറ്റേതെങ്കിലും ഉത്തരേന്ത്യൻ സ്റ്റേറ്റിൽ നിന്നോ ഉള്ള രാജ്യസഭാ MP ആയിട്ടാകും അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിലെത്തുക എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരം. അതേസമയം ശശി തരൂർ രാജിവെച്ച തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഒഴിവിൽ ചില നിർണായക തീരുമാനങ്ങളും BJP കൈക്കൊള്ളുമെന്നാണ് സൂചനകൾ. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരും രാജീവ് ചന്ദ്രശേഖറും തമ്മിലായിരുന്നു തിരുവനന്തപുരത്ത് പ്രധാന മത്സരം നടന്നത്. ഈ മത്സരത്തിൽ സത്യം പറഞ്ഞാൽ കഷ്ടിച്ചാണ് ശശി തരൂർ വിജയിച്ചു കയറിയത്. BJP സ്ഥാനാർത്ഥികളുടെ വോട്ടുകൾ ക്രമാതീതമായി വർദ്ധിച്ച ഒരു തെരഞ്ഞെടുപ്പായിരുന്നു കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ കുറച്ചുകാലമായി, കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ കഴിഞ്ഞ 4 തവണയായി തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂർ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ ശശി തരൂരിന് പകരം മറ്റൊരു സ്ഥാനാർത്ഥിയെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ സങ്കല്പിക്കാൻ കോൺഗ്രസിന് കഴിയുമായിരുന്നില്ല. ഇനിയിപ്പോൾ എന്തായാലും ശശി തരൂരിൻ്റെ നിലപാടുകൾ ഇത്തരത്തിൽ തുടരുന്നതിനാൽ വേറൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് ചിന്തിച്ചാലേ പറ്റുകയുള്ളൂ. എന്നാൽ ശശി തരൂർ എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പകരം തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ആര് മത്സരിക്കും? ഈ ഒരു ചോദ്യമാണ് കോൺഗ്രസിനെ ഇപ്പോൾ കുഴപ്പിക്കുന്നത്. ശശി തരൂർ കോൺഗ്രസിൽ നിന്ന് പുറത്തു പോവുകയും തിരുവനന്തപുരം MP സ്ഥാനം രാജിവെക്കുകയും ചെയ്താൽ പിന്നെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ തന്നെ മത്സരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരുന്നാലും അവരെ തോൽപ്പിച്ച് പാർലമെന്റിലെത്താൻ കഴിയുമെന്നാണ് രാജീവ് ചന്ദ്രശേഖറും BJP-യും കരുതുന്നത്. അതിനുള്ള വഴിമരുന്ന് കൂടി ഇട്ടിട്ടാണ് ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസുമായി യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോൺഗ്രസിന് മാത്രമല്ല, ഒരർത്ഥത്തിൽ LDF-നെ കുഴപ്പിക്കുന്നതും തിരുവനന്തപുരത്ത് ആര് മത്സരിക്കുമെന്നുള്ള ചോദ്യം തന്നെയാണ്. LDF മുന്നണിയിൽ CPI ആണ് തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്നത്. മുൻപ്, അതായത് BJP ഇത്രത്തോളം ശക്തമാകുന്നതിന് മുൻപ്, CPIക്കും കോൺഗ്രസിനും തുല്യ പ്രാധാന്യമുള്ള മണ്ഡലമായിരുന്നു തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം. 2004-ൽ PK വാസുദേവൻ നായർ CPI സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ മത്സരിച്ച് വിജയിക്കുകയും എന്നാൽ 1 വർഷം തികയുന്നതിന് മുൻപ് അദ്ദേഹം മരണപ്പെടുകയും ചെയ്തതോടെ അന്നത്തെ CPIയുടെ സമുന്നത നേതാവായിരുന്ന പന്ന്യൻ രവീന്ദ്രൻ അവിടെ മത്സരിക്കാനെത്തുകയായിരുന്നു. 2005-ൽ പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ജയിച്ചതൊഴിച്ചാൽ പിന്നൊരു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയും അവിടെ നിന്നും പാർലമെന്റ് കണ്ടിട്ടില്ല. ഇതിനിടെ 2014-ൽ ബെനറ്റ് എബ്രഹാമിന് CPI സ്ഥാനാർത്ഥിത്വം നൽകിയത് സംബന്ധിച്ച് പെയ്ഡ് സീറ്റ് എന്ന ആരോപണം ഉയർന്നിരുന്നു. 2005-ൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നും MP-യായി മത്സരിച്ച് വിജയിച്ച പന്ന്യൻ രവീന്ദ്രൻ പിന്നെ തിരുവനന്തപുരത്ത് മത്സരിക്കാനെത്തുന്നത് 2024-ലാണ്. 2005-ൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി VS ശിവകുമാറിനെ തോൽപ്പിച്ച പന്ന്യന് പക്ഷേ 2024-ൽ 3-ാം സ്ഥാനത്തെത്താനായിരുന്നു വിധി. ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സംബന്ധിച്ച് CPM ഒരു പ്രധാന തീരുമാനമെടുക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്. CPI-യിൽ നിന്നും CPM തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഏറ്റെടുക്കും. 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഈ ഒരു ചർച്ച LDF-ൽ ഉയർന്നു വന്നതാണ്. എന്നാൽ പിന്നീട് അത് അവിടെ തന്നെ അവസാനിക്കുകയായിരുന്നു. എന്നാൽ ശശി തരൂർ കോൺഗ്രസ് MP സ്ഥാനം രാജിവയ്ക്കുകയും പകരം രാജീവ് ചന്ദ്രശേഖർ BJP സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിക്കുകയും ചെയ്താൽ ഉറപ്പായും CPM CPI-യിൽ നിന്നും തിരുവനന്തപുരം മണ്ഡലം ഏറ്റെടുക്കുകയും CPM സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കുകയും ചെയ്യും. രാജീവ് ചന്ദ്രശേഖറിന് അത്ര പെട്ടെന്നൊന്നും തിരുവനന്തപുരം വിട്ടുകൊടുക്കില്ല എന്ന നിലപാട് CPM കൈക്കൊള്ളും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിനാൽ ഇക്കാര്യത്തിൽ CPM-ന്റെ ഭാഗത്തു നിന്ന് വിട്ടുവീഴ്ചയുണ്ടാകില്ലെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരർത്ഥത്തിൽ ഭാഗ്യം ചെയ്തയാൾ ശശി തരൂരാണ്. ശശി തരൂരിൻ്റെ ഭാവി അതിങ്ങനെ നീണ്ടു നിവർന്നു കിടക്കുകയാണ്. കേന്ദ്രത്തിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ ഈ അടുത്തെങ്ങും എത്തില്ലെന്ന വിശ്വാസം ചിലർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. ആ ഒരു കൂട്ടത്തിലാണെന്ന് തോന്നുന്നു ശശി തരൂരും. BJP-യിലാണെങ്കിൽ തനിക്ക് ഒട്ടനവധി അവസരങ്ങൾ ഉണ്ടാകുമെന്ന് തരൂരിനറിയാം. വിദേശകാര്യ വക്താവോ അംബാസഡറോ അല്ലെങ്കിൽ രാജ്യസഭയിൽ നിന്ന് MP-യായി വിദേശകാര്യ മന്ത്രിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെയായി അദ്ദേഹം അന്തർദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ കാണുമെന്നുള്ള കാര്യം ഉറപ്പാണ്.
കോൺഗ്രസിനേക്കാൾ നല്ല ഭാവി ബി ജെ പിയിൽ തനിക്കുണ്ടെന്ന് തോന്നിയതുകൊണ്ടാണ് ശശി തരൂരിൻ്റെ ഈ പിണക്കങ്ങളും വിമർശനങ്ങളും എന്ന് തന്നെ കരുതാം. പക്ഷേ ഒരു ഉപാധിയുമില്ലാതെ കോൺഗ്രസിൽ അംഗത്വം നൽകി 4 വർഷം വിജയിപ്പിച്ച് ഒരു തവണ മന്ത്രിയാക്കി ഇത്രത്തോളം പരിഗണന നൽകിയ ഒരു പാർട്ടിയെ ആ പാർട്ടിക്ക് വിരുദ്ധമായ നിലപാടുകൾ കൊണ്ട് ആക്രമിച്ചൊരു കലാപമുണ്ടാക്കി പുറത്തു പോകാൻ ശ്രമിക്കുന്ന വ്യക്തിയാണ് ശശി തരൂർ. പക്ഷേ ഇനിയിപ്പോൾ തരൂർ പുറത്തു പോകുന്നത് തന്നെയാണ് നല്ലത്. കാരണം സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്വീകാര്യത നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്താലും ഏച്ചുകെട്ടിൽ മുഴച്ചിരിക്കുമെന്ന അവസ്ഥയാണ്. പുറത്തു പോകാൻ നേരത്തെ തീരുമാനിച്ചത് കൊണ്ട് എത്രയും വേഗം താങ്കൾ പുറത്തു പോകുന്നതാണ് നല്ലതെന്ന് തന്നെയാണ് സത്യം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. ഇനിയും ഇവിടെ കടിച്ചു തൂങ്ങി നിന്നാൽ കെ എസ് പിള്ളേരുടെ വായിലിരിക്കുന്നത് വരെ താങ്കൾക്ക് ചിലപ്പോൾ കേൾക്കേണ്ടി വരും.